ഇന്നത്തെ ഈ ദിവസം, അതായത് 2026 ഓഗസ്റ്റ് മാസം 8-ാം തീയതി, കേരളത്തിലെ ഏറ്റവും ചൂടുള്ള വാർത്താതാരം അല്ലെങ്കിൽ ഹോട്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അർജുൻ ആയങ്കി എന്ന കൊടും ക്രിമിനലാണ്. ഡിവൈഎഫ്ഐയിലൂടെ കണ്ണൂർ പ്രാദേശിക രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന അർജുൻ ആയങ്കി പിന്നീട് CPM ഭരണത്തിൻ്റെ തണലിലും CPM നേതാക്കളുടെ സംരക്ഷണയിലും ലഹരിക്കടത്തിലേക്കും അതിനുശേഷം സ്വർണ്ണക്കടത്തിലേക്കും കടന്നുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അധോലോക നായകനായി മാറിയ അധോലോക നായകൻ്റെ പരിവേഷം നേടിയെടുത്ത വ്യക്തിയാണ്. ഇയാൾ ഇന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൊലവിളി മുഴക്കിയ കേസിൽ ഹൈക്കോടതി കൂടി മുൻകൂർ ജാമ്യം അപേക്ഷ തള്ളിയതോടെ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ സംവിധാനത്തിന് നേരെ പല്ലിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പോലീസ് ഉദ്യോഗസ്ഥരെ, പിന്നീട് പോലീസ് സംവിധാനത്തെ, അതിനുശേഷം ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയെയും, ഏറ്റവും ഒടുവിൽ ഈ സംസ്ഥാനത്തെ സർക്കാരിനെ തന്നെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അർജുൻ ആയങ്കി ഒളിവിൽ കഴിയുന്നത്. CPMൻ്റെ പിന്തുണയിൽ കേരളത്തിൽ അപകടകരമായ രീതിയിൽ വളർന്നു പന്തലിച്ച ഈ ഒരു നെക്സസിനും അർജുൻ ആയങ്കിക്കും എത്രയും പെട്ടെന്ന് പൂട്ടുവീഴണമെന്നും അർജുൻ ആയങ്കിയെപ്പോലൊരു കൊടും ക്രിമിനൽ എത്രയും പെട്ടെന്ന് ജയിലിലുള്ളിലാവണമെന്നുമാണ് മലയാളികളിൽ ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാൽ പോലും വളരെ ചെറിയൊരു ന്യൂനപക്ഷം ആളുകൾ ഇപ്പോഴും ഇയാളെപ്പോലുള്ള ഒരു കൊടും ക്രിമിനലിനെ സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ ഇയാളെ പിന്തുണയ്ക്കുന്നവരിൽ പലരും ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലവുമായി അടുത്തു നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ സമാന രീതിയിൽ CPMനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നവരാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ CPM ഗുണ്ട ആകാശ് തില്ലങ്കാരിയാണ് ഏറ്റവും സജീവമായി ഇയാളെ പിന്തുണയ്ക്കുന്നത്. എന്നാൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് കേരളത്തിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഓൺലൈൻ വാർത്താ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ അർജുൻ ആയങ്കിയെ ഒരു വീരപുരുഷനായി അവതരിപ്പിച്ചുകൊണ്ട് പങ്കുവച്ച വീഡിയോയാണ്. പക്ഷേ ഈ വീഡിയോ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഷാജൻ സ്കറിയ അർജുൻ ആയങ്കിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ അർജുൻ ആയങ്കിയെ മുന്നിൽ നിർത്തി എത്തരത്തിലാണ് ഷാജൻ സ്കറിയ BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് എന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ആമുഖമായി മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ വാർത്താ പോർട്ടലിനെ കുറിച്ചും അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയയെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാതെ വയ്യ. കേരളത്തിൽ ഇന്ന് ഏറ്റവും വിശ്വാസ്യതയുള്ള ഓൺലൈൻ വാർത്താ പോർട്ടലാണ് മറുനാടൻ മലയാളി. കേരളത്തിൽ ഏറ്റവും വിശ്വാസ്യതയുള്ള രാഷ്ട്രീയ വിശകലനങ്ങളിലും സാമൂഹിക വിശകലനങ്ങളിലും ജനങ്ങൾ മുഖവിലക്കെടുക്കുന്ന പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയ. പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടത്തിയിരുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ പല മാധ്യമ പ്രവർത്തകരും തുറന്നു പറയുവാൻ മടിച്ച പല കാര്യങ്ങളും ശക്തമായി ധൈര്യപൂർവ്വം ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞയാളാണ് ഷാജൻ സ്കറിയ. പിണറായിയുടെ വൃത്തികേടുകൾ കേരളത്തെ അറിയിച്ചതിൽ, പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിൽ അതിനാൽ തന്നെ ഷാജൻ സ്കറിയ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ ഷാജൻ സ്കറിയയുടെ രാഷ്ട്രീയം അത്ര നിഷ്പക്ഷമല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നരേന്ദ്രമോദിയുടെ ആരാധകനായ ഷാജൻ സ്കറിയ എന്ത് സംഭവിച്ചാലും നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് പലവട്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോട് തനിക്ക് വലിയ മതിപ്പില്ല എന്ന അഭിപ്രായ പ്രകടനങ്ങളും തൻ്റെ വീഡിയോയിലൂടെ ഷാജൻ സ്കറിയ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഷാജൻ സ്കറിയ വളരെ ബാലിശമായിട്ടുള്ള ഒരു ശ്രമമാണ് അർജുൻ ആയങ്കിക്ക് അനുകൂലമായി പങ്കുവച്ചിട്ടുള്ള വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢ ലക്ഷ്യമുണ്ട്. അത് BJPയെ സഹായിക്കുന്ന ഒരു ഗൂഢ ലക്ഷ്യമാണ് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു സാമൂഹിക രാഷ്ട്രീയ വിഷയമെന്ന് പറയുന്നത് ജൻസികളുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ യുവാക്കൾ നടത്തിയ നീറ്റ് വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു. ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രക്ഷോഭം വിജയത്തിലേക്ക് എത്തിയത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെയാണ്. ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുവാൻ തയ്യാറാകാതിരുന്ന വ്യക്തിത്വമാണ് ഷാജൻ സ്കറിയ. ഈ പ്രക്ഷോഭകാരികൾ അപകടകാരികളാണെന്നും പക്വതയില്ലാത്തവരാണെന്നും ജൻസി പാറ്റകൾക്ക് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുവാനുള്ള അർഹതയില്ല എന്നുമെല്ലാം ഷാജൻ സ്കറിയ പല വിധത്തിൽ പല വീഡിയോകളിലൂടെ ഒരു സന്ദേശം കേരളവുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇന്നിവിടെ അർജുൻ ആയങ്കിയെ ഒരു വീരപുരുഷനായി സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നതിനുള്ള കാരണം തന്നെ ഈ നാട്ടിലെ കേരളത്തിലെ ജൻസികളാണ് എന്ന അഭിപ്രായ പ്രകടനമാണ് ഷാജൻ സ്കറിയ പങ്കുവെക്കുന്നത്. തൻ്റെ വീഡിയോയിൽ ഉടനീളം ഷാജൻ സ്കറിയ എടുത്തെടുത്ത് തിരികെ പറയുന്ന ഒരു കാര്യമുണ്ട്. ജൻസി പാറ്റകളുടെ ആരാധ്യ പുരുഷനാണ് അർജുൻ ആയങ്കി, ജൻസികളാണ് അർജുൻ ആയങ്കിയെ ഗ്ലോറിഫൈ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത്. ഇവിടെ ജൻസികളെ, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ കേരളത്തിലെ
യുവതലമുറയെ അർജുൻ ആയങ്കിയെ പോലുള്ള സാമൂഹ്യ വിരുദ്ധരെ ആരാധിക്കുന്നവരായി ചാപ്പ കുത്തുവാനുള്ള ഈ ശ്രമങ്ങൾ BJPയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഷാജൻ സ്കറിയയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ജൻസികളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നരേന്ദ്രമോദിയുടെ ആരാധകനായതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ജൻസികളെ മോശക്കാരായി ചിത്രീകരിക്കുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല എന്ന വസ്തുത ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയെയും പോലീസ് സംവിധാനത്തെയും അദ്ദേഹം ഏറ്റവും അധികം വിമർശിക്കുന്നത് അർജുൻ ആയങ്കിയെ വെടിവെക്കുവാൻ ഉത്തരവിട്ടു എന്ന് പറയുന്നതിൻ്റെ പേരിലാണ്. ഇവിടെ പുറത്തു വന്നിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളിൽ ഒരിടത്തും തന്നെ അർജുൻ ആയങ്കിയെ വെടിവെച്ച് കൊലപ്പെടുത്തുവാൻ കേരള പോലീസ് ഉത്തരവിട്ടു എന്ന് പറയുന്നില്ല. നേരെ മറിച്ച് അയാളെ പിടിക്കുന്നതിന് വേണ്ടി അത്യാവശ്യമായി വന്നാൽ വെല്ലോ മുട്ടിന് താഴെ വെടിവെക്കണം എന്നുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ നിർദ്ദേശമായിരിക്കാം പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ വേട്ടയാടുന്ന ടീമിന് നൽകിയിട്ടുള്ളത്. അയാളെ പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ അപകടകരമല്ലാത്ത രീതിയിൽ വാഹനം കുറുകെയിട്ട് പിടിക്കണമെന്നുള്ള നിർദ്ദേശം പോലീസിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഷാജൻ സ്കറിയ ബോധപൂർവം വിട്ടുകളയുകയാണ്. ഇത്തരത്തിൽ ആകാശ് തില്ലങ്കരിയെ പോലുള്ള കൊടും ക്രിമിനലുകൾ പറയുന്നത് പോലെ തോക്കുകൊണ്ട് കേരള പോലീസ് നിയമവാഴ്ച കയ്യിലെടുക്കുമ്പോൾ അവരെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായി നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയെ ഷാജൻ സ്കറിയ ചിത്രീകരിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് നാണം കെട്ടിയിരിക്കുകയാണെന്നും ഷാജൻ സ്കറിയ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ കൃത്യമായി ഷാജൻ സ്കറിയ ജൻസികളെ ചാപ്പ കുത്തുന്നത് പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന കേരള പോലീസിനെയും ചാപ്പ കുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. UPയിൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബുൾഡോസർ രാജിനെ അത്തരത്തിൽ പോലീസ് നടപ്പാക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന ഷാജൻ സ്കറിയയാണ് അർജുൻ ആയങ്കിയെ പോലൊരു കൊടും ക്രിമിനലിനെ വെടിവെച്ചിടുവാനായി പോലീസ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന ഉത്തരവിനെ അതിഭീകരമായി ചിത്രീകരിച്ചുകൊണ്ട് അയാളെ വെടിവെച്ച് കൊല്ലുവാൻ കേരള പോലീസ് ഉത്തരവിട്ടു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ന്യായീകരണം ഒഴുക്കി കേരള പോലീസിനെയും രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയെയും അതുവഴി സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഷാജൻ സ്കറിയ നടത്തിയ ഈ ബാലിശമായിട്ടുള്ള നീക്കം വിലപ്പോയില്ല എന്ന് ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ കമൻറ്റുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സാധാരണഗതിയിൽ ഷാജൻ സ്കറിയ പങ്കുവെക്കുന്ന വീഡിയോകളിൽ നിഷ്പക്ഷ വീഡിയോകളിൽ വലിയ രീതിയിലുള്ള പിന്തുണയാണ് കമൻറ്റുകളുടെ രൂപത്തിൽ അദ്ദേഹത്തിന് ലഭിക്കാറുള്ളത്. എന്നാൽ അർജുൻ ആയങ്കി വിഷയത്തിൽ അദ്ദേഹത്തെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഭൂരിപക്ഷം പേരും തന്നെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഷാജൻ്റെ വാദമുഖങ്ങളോട് യോജിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകൻ, കേരളത്തിലേറെ വിശ്വാസ്യതയുള്ള മാധ്യമ പ്രവർത്തകൻ, ഇവിടെ ഒരു കാര്യം ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു അജണ്ട പുഷ് ചെയ്യുവാനായി അർജുൻ ആയങ്കിയെപ്പോലുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ യുവതലമുറയെയും അതുപോലെ തന്നെ കേരള പോലീസിനെയും അദ്ദേഹം ചാപ്പ കുത്തുവാൻ ശ്രമിച്ചാൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുക അദ്ദേഹത്തിൻ്റെ തന്നെ വിശ്വാസ്യതയാണ്, ക്രെഡിബിലിറ്റിയാണ് എന്ന വസ്തുത ഷാജൻ സ്കറിയ ഓർത്തിരിക്കേണ്ടതാണ്. ഷാജൻ സ്കറിയയെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ കേരള സമൂഹത്തിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള മുൻപോട്ട് പോക്കിന് അനിവാര്യ ഘടകങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ബാലിശമായ നീക്കങ്ങളിൽപ്പെട്ട് തൻ്റെ വിശ്വാസ്യത കളയാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കണം. അദ്ദേഹം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്, അദ്ദേഹം ഇതിലും ശക്തനായി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ട്, പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് യോജിപ്പുള്ളത് കൊണ്ടുകൂടിയും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത തകർന്നു പോകാതിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയയുടെ ശ്രദ്ധയിലും ഈ വീഡിയോ പെടുമെന്നും ഞാൻ ഉന്നയിച്ചിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തെ ആ ഒരു സെൻസിൽ ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ബോധപൂർവം അല്ലെങ്കിൽ അബോധപൂർവം അല്ലെങ്കിൽ അദ്ദേഹം പോലും അറിയാതെ ഇത്തരത്തിൽ സംഘപരിവാർ ആശയങ്ങളുടെ പ്രചാരകനായി ഷാജൻ സ്കറിയ മാറുന്നത് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഈ ചിന്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വാർത്താ വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്